വീട്ടിൽ ഒരു രാത്രിയിൽ മിനിറ്റുകൾ കൊണ്ട് ഒരു ടൗണാകെ ഒലിച്ചു പോയ ഒരു സ്ഥലമാണ് ഈ ചൂരൽമല. ഇവിടെ വന്ന് നിൽക്കപ്പോഴേ എന്തൊക്കെയോ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, പഴയ പാലം അവിടെയായിരുന്നു. അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. അവിടെ എപ്പോഴും എന്തോ വിളക്കും കാര്യങ്ങളൊക്കെ കത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കൂടെയൊക്കെയാണ് അന്ന് വെള്ളം ഒഴുകിപ്പോയതോ. അവിടെ ഒരു വീട് നമുക്ക് കാണാം, അവിടെ ഒരു വീട് കാണാം, ഇവിടെ ഒരു വീട് കാണാം, കുറച്ച് കടകൾ, കംപ്ലീറ്റ് സ്കൂൾ അവിടെയാണ് കേട്ടോ. അങ്ങോട്ട് പോകാൻ പറ്റില്ല, ആ പോലീസുകാർ കയറ്റി വിടില്ല. അവിടം വരെയാണ് പ്രവേശനം. കേരളത്തിൽ ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഈ അപകടത്തിന് ഇത് മനസ്സിൽ നിന്ന് പോകാത്തൊരു അപകടമാണ്. ആ സ്കൂളിൽ പഠിച്ചിരുന്ന കുട്ടികൾ ആ സ്കൂളിൽ കുറേ കളിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ഉണ്ടായിരുന്നു. അതിലൊരുപാട് കുട്ടികൾ മിസ്സിങ് ആയായിരുന്നു. അതൊക്കെ ഓർക്കുമ്പോൾ ഈ അപകടം മനസ്സിൽ നിന്ന് പോകാത്ത ഒരു ഇതാണ് കേട്ടോ. വയനാട് വരപ്പം ഇവിടെ വന്നൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. ഇതൊരു വീടാണ്. വീട് കംപ്ലീറ്റ് തകർന്നു. അതിൻ്റെ അവശേഷിപ്പായിട്ട് ഓർമ്മകളായിട്ട് ഇപ്പോഴും ഇവിടെ കുറേ കെട്ടിടങ്ങൾ നിൽപ്പുണ്ട്. ഈ വീട് കംപ്ലീറ്റ് പോയി. ഇതൊരു വീടായിരുന്നു തോന്നുന്നു കേട്ടോ. ഈ വീടിലൊന്നും ബാക്കിയില്ല. അത് ഒരു വീടാണ്. അതിൻ്റെ താഴത്തെ നില കംപ്ലീറ്റ് പോയിട്ടുണ്ട്. ഇതൊരു വീടായിരുന്നു. അതൊരു വീടായിരുന്നു. വാഷ് ഔട്ട് എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. അങ്ങനെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. വീട്ടിലേക്ക് കയറാവൂടെ? ജസ്റ്റ് ഒന്ന് കയറിയോ? കാണുമ്പോൾ ചിലപ്പോൾ വിഷമം വരുമല്ലേ. ഇതിപ്പോൾ എനിക്ക് കാണുമ്പോൾ തന്നെ എന്തൊക്കെ പോലെ ഫീൽ ചെയ്യുന്നു. അന്ന് രാത്രി വീട്ടിലുള്ളവർക്ക് ഉറങ്ങിയതായിരിക്കും. വീട്ടിൻ്റെ മേലത്തെ ബാൽക്കണിയാണ്, സിറ്റ് ഔട്ട്. അവിടെ നിന്നുള്ള കാഴ്ചയൊക്കെ അടിപൊളിയായിരുന്നു. അന്നത്തെ ചെളി ഇപ്പോഴും കാണാം. ഇവിടം വരെ വെള്ളം കയറിയിട്ടുണ്ട്. ഇവിടം വരെ ഈ ഒന്നാം നില കംപ്ലീറ്റും മുങ്ങിപ്പോയായിരുന്നു. അവിടെ ഒരു വീടുണ്ട്. എൻ്റെ ഈ വീട് ഇത് മുമ്പ് നമ്മൾ കണ്ട രണ്ട് നില വീട്. ഇത് കംപ്ലീറ്റ് പോയി. ഇതിൻ്റെ ഫസ്റ്റ് നില ഫുള്ള് ചെളിയായിരുന്നു. ഓക്കെ, നമുക്കിപ്പോഴും അത് കാണാൻ പറ്റും. അകത്ത് ഇപ്പോഴും ചെളിയാണ്. കയറണോ?
ഏ സത്യം പറയാം, ഈ സ്ഥലത്ത് വരാത്ത തന്നെ നല്ല കേട്ടോ. നമുക്ക് മനസ്സിലിങ്ങനെ ചിന്തകളുള്ളവരൊരിക്കലും വരരുത് കേട്ടോ. ഇതൊരു വീടിനകമാണ്. ഇവിടം വരെ ചെളി കയറിയിട്ടുണ്ട്. ഇവിടം വരെ എപ്പോഴും ഫുള്ള് ചെളിയാണ്. ബെഡ്റൂമായിരുന്നു. ഇതേപോലെ തന്നെ അവിടെയും ഒരു 2 നില വീടുണ്ട്. അതിൻ്റെ ഫുള്ള് പോയതാണ്. ആ വീട് കംപ്ലീറ്റ് പോയി. ആ വീട് പോയി. ഈ വീടിൻ്റെ ഉണ്ട്. ഇത് കംപ്ലീറ്റ് പോയി കേട്ടോ. ഈ സ്ഥലം ഫുള്ള് മുമ്പേ പറഞ്ഞ വൈറ്റ് വാഷ് ചെയ്ത് പുഴ കൊണ്ടുപോയി. പിന്നെ കുറേ ഇതേപോലെ അവശേഷിപ്പുകൾ ബാക്കിയുണ്ട്. ഒരു സമയത്ത് മണിയാറായിരുന്നു കേട്ടോ. പൂക്കളൊക്കെ അലങ്കരിച്ച് ടോയ്ലറ്റ് പോവാം. ആരെങ്കിലും ഒരാളും കൂടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. എന്തോ ഫീൽ ചെയ്യുന്നു. ഓക്കെ. ഹാളായിരുന്നു. ഇത് റൂമായിരുന്നു. അത് ടോയ്ലറ്റ്. നമ്മൾ മുമ്പ് മേളിൽ നിന്നുണ്ടായി വീട്. എനിക്ക് കയറാൻ വേടേ. ആ വീടിനകത്തുനിന്ന് കയറാൻ വയ്യ. ഇത് വീടായിരുന്നു. ഇതിൻ്റെ അടിഭാഗം മൊത്തം പോയി. വേണ്ട ഒരു വീട്. ഇത് പുഴ ഇങ്ങനെ ഒഴുകിയല്ല. അവിടുന്ന് ഇങ്ങനെ വളഞ്ഞു പോകേണ്ട പുഴ നേരെ വന്ന് അവിടെ അങ്ങനെയാണ് പോകേണ്ടത്. പോലെ അതിങ്ങനെ നേരെ ഇങ്ങനെ വന്ന് ഒഴുകിയ സ്ഥലം കാണാം. ഇങ്ങനെയാണ് ഒഴുകിപ്പോയത്.
എന്തിനൊക്കെ വേണ്ടി അടികൂടുന്നു, പണത്തിനും അതിനൊക്കെ വേണ്ടി വഴക്കുണ്ടാക്കുന്ന, അടിയുണ്ടാക്കുന്ന അവരൊക്കെ വന്ന് നമ്മൾ കാണണം. സെക്കൻഡ്, മിനിറ്റുകൾ മതി എല്ലാം പോയി. ഈ പുഴ ഇങ്ങനെ ഷോർട്ട് കട്ട് പിടിച്ച് ഇങ്ങനെ അങ്ങ് പോയി. അതിൻ്റെ കൂടെ ഇവിടെ ഉള്ളവരെ മനുഷ്യരും വീടുകളും എല്ലാം പുഴയോടെ പോയി. ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കണ്ട് പ്ലാനുകൾ ചെയ്ത് ഉറങ്ങിയവരാ. ആ വീടുകൾ ഒരുപാട്, എന്തോരം വീട്. ആ കുറച്ച് ഭാഗത്ത് അങ്ങോട്ടൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റൂലേ. ഞാൻ വീട്ടിൻ്റെ അകത്തൊന്നും കയറുന്നില്ല. 2 വീട്ടിൽ കയറിയപ്പോൾ തന്നെ എന്തോ ഫീൽ. നമ്മൾ ഈ വീടിൻ്റെ മുകളിലാണ് മുമ്പേ കയറിയത്. മുമ്പേ കയറുന്ന കണ്ട വീടാണ് അത്. ഇതേപോലെ തന്നെ താഴത്തെ നില കംപ്ലീറ്റ്. ഒരുപാട് പേര് കാണാൻ വരുന്നുണ്ട്, പക്ഷേ സൈലൻ്റാണ്. ആർക്കും സംസാരമൊന്നുമില്ല, ചിരിയില്ല. സത്യം. ഇപ്പോൾ ഈ പുഴയിൽ വെള്ളമില്ല, കുറച്ച് ഒരു അരുവിയിൽ ഒഴുകുന്ന വെള്ളം മാത്രമേ ഉള്ളൂ. അവിടെയായിരുന്നു ക്ഷേത്രം കംപ്ലീറ്റ് പോയി. അവിടെ പക്ഷേ വിളക്ക് കത്തിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോഴും അവിടെ ഒരു വിളക്ക് കത്തിക്കുന്ന പോലത്തെ ഒരു സാധനം കാണുന്നുണ്ട്. ആ ക്ഷേത്രത്തോടെ നിന്ന മരം ഇപ്പോഴും അവിടെ ഉണ്ട് കേട്ടോ, സാക്ഷിയായി. ഇവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നല്ലോ. പള്ളി എവിടെയായിരുന്നു എനിക്കറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. നമ്മൾ അങ്ങോട്ട് പോകില്ല. അവിടെയാണ് ആ സ്കൂൾ കേട്ടോ. അവിടെ പോലീസുകാർ ഇരിപ്പുണ്ട്.